പ്രമാദമായ കുമ്പളങ്ങാട് സി.ടി. ബിജു കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. തൃശൂർ ജില്ലാ കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 2010 മെയ് 16-നാണ് കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ച് രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ 31 വയസ്സുള്ള സി.ടി. ബിജുവിനെ RSS പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിൽ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. അന്നത്തെ വടക്കാഞ്ചേരി CI ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 30ഓളം സാക്ഷികളുണ്ടായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KD ബാബു ഹാജരായി. 2010 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കുമ്പളങ്ങാട് വായനശാലയുടെ മുൻവശം വെച്ച് വായനശാലയുടെ മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്ന ബിജുവിനെ പ്രതികളെല്ലാവരും ചേർന്ന് രാഷ്ട്രീയ വിരോധം വെച്ച് വെട്ടി കൊലപ്പെടുത്തി എന്നാണ് കേസിലെ ആരോപണം. ബിജുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനായിട്ടുള്ള ഈ കേസിലെ ഒന്നാം സാക്ഷിയെയും വെട്ടി പരിക്കേൽപ്പിച്ചു. കോടതി എല്ലാവരും കുറ്റക്കാരാന്ന് കണ്ടു. ശിക്ഷയെ സംബന്ധിച്ച് നാളെ പറയാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മരിച്ച ബിജുവിന്റെ വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും ഒക്കെ നീതി കിട്ടിയതാണ് എന്റെ വിശ്വാസം. കാരണം എല്ലാ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് കുറ്റം, അത് കോടതി ആ രീതിയിൽ അതിനെ കണക്കാക്കി ഗൗരവത്തിലെടുത്തുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നാളെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കും. ന്യൂസ് ഡെസ്ക് VCV. ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744 112205.